I'd say win a Ballon d'Or. Really? Yeah, That's for the sure. last one I thought you'd go for. No, I'd say win a Ballon d'Or. Okay, talk to me about that. Why have you gone for that one? Because I believe I can. Have turned down an approach for Trent Alexander-Arnold from Real Madrid. We knew it was coming. 6 hours and 40. റയൽ മാഡ്രിഡ് എന്ന വമ്പന്മാർ ഈ ഫുട്ബോൾ ലോകത്ത് ഒരാളെ നോട്ടമിട്ട് കഴിഞ്ഞാൽ അവനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുക അതൊരു പതിവ് കാഴ്ചയാണ്. എന്നാൽ ഇത്തവണ ആ നോട്ടം ചെന്നെത്തിയത് അങ്ങ് ആൻഫീൽഡിലായിരുന്നു. നീണ്ട 20 വർഷമായി തങ്ങളുടെ രക്തത്തിലലിഞ്ഞ ആ പേരിലേക്കായിരുന്നു പരസ്യം സംഘവും ഇത്തവണ ഉന്നം വെച്ചത്. ചർച്ചകളേറെ മുന്നേ ലിവർപൂൾ അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. വ്യാമോഹം കൊണ്ട് കോട്ട പണിയുകയല്ലാതെ ആൻഫീൽഡിൽ നിന്നും അവനെ അടർത്തി മാറ്റി കൊണ്ടുപോകാൻ മാൻഡ്രിഡിന് പോലും ആവില്ല എന്ന് റെഡ്സ് പറയാതെ പറഞ്ഞിരിക്കാം. ആ ചൂടേറിയ വാർത്ത ലോകം മുഴുവൻ പിന്നീട് സംസാര വിഷയമായി മാറി. എന്നാൽ ഒരിക്കൽ വിലയിട്ടാൽ അത് സ്വന്തമാക്കാനുള്ള കരുക്കൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒരുക്കുകയാണല്ലോ മാൻഡ്രിഡിൻ്റെ പതിവ്. മാസങ്ങൾക്കുമിപ്പുറം ആ ട്രാൻസ്ഫർ വാർത്ത വീണ്ടും ചൂടുപിടിക്കാൻ തുടങ്ങി. ഒടുവിൽ ആൻഫീൽഡിൽ നിന്നും ആ ട്രാൻസ്ഫർ ഏറെക്കുറെ ഉറപ്പാക്കുന്നു. നീണ്ട 20 വർഷക്കാലം തങ്ങളുടെ ചോക്കിൽ കറങ്ങുന്നവനെ മാൻഡ്രിഡ് റാഞ്ചി കൊണ്ടുപോകുന്നു എന്നായിരുന്നു വാർത്ത. ആ വാർത്ത കോപ്പറ്റിസിനെ ചൊടിപ്പിച്ചു. ആൻഫീൽഡിൽ പ്രതിഷേധം മാളിക്കത്തി. ചതിയെന്ന് വിളിച്ചു. തെരുവിൽ അവൻ്റെ ജേഴ്സി വരെ കത്തിച്ചു. ഇതെല്ലാം നടക്കുമ്പോൾ അപ്പുറത്ത് ആൻഫീൽഡിൽ നിന്നും അവൻ്റെ വരെയുള്ള ആഘോഷങ്ങൾക്ക് ഒരുക്കം കൂട്ടുകയായിരുന്നു. അതെ, ഫൈനലി ട്രെൻഡ് അലക്സാണ്ടർ-ആർണോൾഡ് ഹൈജാക്ക്ഡ് ബൈ റയൽ മാഡ്രിഡ്. Trent Alexander-Arnold is moving closer to joining Real Madrid. Our chief reporter, Harvey Solokol, is back with me. Now, everybody knows Madrid want him. കഴിഞ്ഞ ഏറെ മാസങ്ങളായി റയൽ മാഡ്രിഡിൻ്റെ മാനേജ്മെൻറ്റ് സ്റ്റാഫ് ബെഞ്ചിൽ ചില ചർച്ചകൾ കാര്യമായി നടക്കാറുണ്ടായിരുന്നു. ടീമിൽ കൃത്യമായി ഭാവിയിലേക്ക് അഴിച്ചുപണി നടത്തുന്ന പരസ്യം സംഘവും അന്ന് സംസാരിച്ചിരുന്നത് തങ്ങളുടെ റൈറ്റ് വിങ്ങിൻ്റെ ഭാവിയെക്കുറിച്ചായിരുന്നു. അവിടെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തിരുന്ന ഡാനി കാർവഹാളിന് പ്രായം 33 കടന്നിരിക്കുന്നു. പകരക്കാരുടെ പട്ടികയിൽ വാസ്കസിനും 33 പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതെ, പിന്നീട് അവിടേക്കൊരു മികച്ച റൈറ്റ് വിങ്ങിനെ തിരക്കിയുള്ള ഇറക്കമായിരുന്നു. തകൃതിയായി നടക്കുന്ന അന്വേഷണങ്ങൾക്കൊടുവിൽ അവരുടെ കണ്ണുടക്കിയത് അങ്ങ് ലിവർപൂളിലായിരുന്നു. ഈ ജനറേഷനിൽ തന്നെ ഏറ്റവും മികച്ച റൈറ്റ് വിങ്ങിലൊന്നായ ട്രെൻഡ് ആർണോൾഡിലേക്ക് അവർ കരുക്കൾ നീക്കുന്നു. മൈതാനത്ത് ഏറ്റവും കൂടുതൽ അവസരം സൃഷ്ടിക്കാൻ ശേഷിയുള്ള അവൻ്റെ കളി കണ്ടപ്പോൾ തന്നെ പെരസ് യെസ് എന്ന് പറയുന്നു. ശേഷം കഴിഞ്ഞ ഡിസംബറിൽ മാൻഡ്രിഡ് ലിവർപൂളുമായി ചർച്ച നടത്താൻ തീരുമാനിക്കുന്നു. 60 മുതൽ 80 മില്യൺ വരെ ട്രെൻഡിന് വേണ്ടി മുടക്കുവാൻ റയൽ മാഡ്രിഡ് തയ്യാറായിരുന്നു. എന്നാൽ എല്ലാ ട്രാൻസ്ഫർ ജാലകങ്ങളും എളുപ്പത്തിൽ സാധിക്കുന്ന റയൽ മാഡ്രിഡിന് ലിവർപൂളിൻ്റെ മറുപടി നോ എന്നായിരുന്നു. അതിനു കാരണം അർണോൾഡ് അവർക്ക് വെറും ഒരു കളിക്കാരൻ മാത്രമായിരുന്നില്ല. തൻ്റെ 6 വയസ്സ് മുതൽ അവൻ ലിവർപൂളിനൊപ്പമുണ്ട്. അവൻ്റെ ഓരോ വളർച്ചയിലും ലിവർപൂളും ആരാധകരും ഫുട്ബോൾ ലോകവും അത്ഭുതത്തോടെയാണ് നോക്കിയിരുന്നത്. പ്രായം 26 അടുക്കുമ്പോഴേക്കും അവൻ ലിവർപൂളിൻ്റെ ലെജൻഡിന് തുല്യമായി മാറിയിരുന്നു. കൂടാതെ ലിവർപൂൾ വിട്ട് താൻ എങ്ങോട്ടും പോകില്ല എന്നും തൻ്റെ ഡ്രീമെല്ലാം ലിവർപൂളിനൊപ്പമാണെന്നും ട്രെൻഡ് എപ്പോഴും പറയാതെ പറയുന്നുണ്ടായിരുന്നു. വീണ്ടും ശ്രമങ്ങൾ നടത്തുന്ന മാൻഡ്രിഡ് വാർഷിക വരുമാനത്തിനുമപ്പുറം വീക്കെൻഡ് സാലറി വരെ ട്രെൻഡിന് ഓഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ ലിവർപൂൾ തന്നെ കരാർ പുതുക്കി നിലനിർത്തുമെന്നായിരുന്നു മറുപടി. ചർച്ചകൾ മാറി മറിയുവാൻ തുടങ്ങി. എന്നാൽ അർണോൾഡ് തന്നെക്കുറിച്ച് കേൾക്കുന്നതെല്ലാം അസത്യമാണെന്ന് പലപ്പോഴും വാദിച്ചു. വെസ്റ്റ് ഹാമിനെതിരെയുള്ള മത്സരത്തിൽ ഗോളടിച്ചതിന് ശേഷം ട്രെൻഡ് ആക്ഷൻ കൊണ്ടത് ഉറപ്പിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് കുറച്ച് മാസങ്ങൾക്കുമിപ്പുറം മറ്റൊരു വാർത്ത ആൻഫീൽഡിൽ അപ്പാടെ പരന്നു. അത് ട്രെൻഡ് ആർണോൾഡ് റയൽ മാഡ്രിഡുമായി കരാറിലേർപ്പെട്ടുവെന്ന്. അത് അവരുടെ ആരാധകരെ ഏറെ ചൊടിപ്പിച്ചു. തങ്ങളോട് നിരന്തരം നുണപ്രചരണം നടത്തുകയും വിശ്വാസവഞ്ചന കാണിക്കുകയും ചെയ്തെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ട്രെൻഡിനെതിരെ പരസ്യമായി ആരാധകർ മുന്നോട്ട് വന്നു. അവൻ്റെ ജേഴ്സി വരെ തെരുവിൽ കത്തിച്ചു. ഇനി വരുന്ന ഒരൊറ്റ മത്സരങ്ങളിൽ പോലും അവനെ പങ്കെടുപ്പിക്കരുത്, ബെഞ്ചിൽ പോലും ഇടം നൽകരുത്, വരുന്ന കിരീടദാന ചടങ്ങുകളിൽ പോലും അവനെ ഉൾപ്പെടുത്തരുത്. അത്തരത്തിൽ കടുത്ത തീരുമാനങ്ങൾ പോലും ലിവർപൂളിനോട് ആരാധകർ ആവശ്യപ്പെട്ടു.
കഴിഞ്ഞ 20 വർഷക്കാലം ലിവർപൂളിൻ്റെ ഓക്സിജൻ ശ്വസിച്ച ട്രെൻഡ് ഇന്ന് ആരാധകരെ മുഴുവൻ ചതിച്ചിരിക്കുന്നു. അവനെ അവർ ചതിയനായി മുദ്ര കുത്തപ്പെട്ടു. Liverpool fans, so it begins. We can now report that Liverpool have turned down an approach. പല ഇതിഹാസങ്ങൾക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ആൻഫീൽഡിനെ രാജാവായി വാഴിക്കുവാൻ ജെറാർഡ് കണ്ടെത്തിക്കൊണ്ടുവന്ന ട്രെൻഡ് അർണോൾഡ് ലിവർപൂളിൻ്റെ ലെജൻഡായി മാറുമെന്ന സ്വപ്നം തകർന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു കൂട്ടർ ട്രെൻഡിനെ ചതിയിൽ നിന്ന് മുദ്രകുത്തി, മറ്റൊരു കൂട്ടർ ഇത്തരം ചേഞ്ചുകൾ ഫുട്ബോൾ ലോകത്ത് മുന്നും നടന്നിട്ടുണ്ടെന്നും ഇനിയും നടക്കാമെന്നും വാദിച്ചു. എന്നാൽ എന്തുകൊണ്ടായിരിക്കും ട്രെൻഡ് ഈ ഒരു കരാറിൽ ഏർപ്പെട്ടത്? അതിന് വ്യക്തമായ ഒരു കാരണം കൂടിയുണ്ട്. കുറച്ചേറെ മാസങ്ങളായി ലിവർപൂളിൻ്റെ പല താരങ്ങളും അസ്വസ്ഥരാണ്. നായകൻ വിർജിൽ വാൻ ഡൈക്ക് അടക്കം സറിയിൽ തുടങ്ങി അതിൽ ട്രെൻഡ് അർണോൾഡ് വരെയുണ്ട്. കാരണം എല്ലാവർക്കും വ്യക്തമായിരുന്നു. താരങ്ങളുടെ കരാറിനെ സംബന്ധിച്ചായിരുന്നു ചില സംശയങ്ങൾ നിഴലിച്ചു നിന്നിരുന്നത്. മികച്ച ഫോമിൽ നിൽക്കുന്ന ലിവർപൂളിലെ പ്രധാന താരങ്ങളുടെ കരാർ മുന്നോട്ട് പുതുക്കുന്ന കാര്യത്തിൽ ലിവർപൂൾ വളരെ മടി കാണിച്ചിരുന്നു. ചിലരത് ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതിനെതിരെ ഒരു തണുത്ത നടപടിയായിരുന്നു ലിവർപൂൾ മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ഇതുവരെയും കരാർ നീട്ടാനുള്ള ഒരു തീരുമാനവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടേയില്ല. ഇതേ സമയത്താണ് റയൽ മാഡ്രിഡ് വീണ്ടും ട്രെൻഡിനു വേണ്ടി വലവരിക്കുന്നത്. ആ സമയത്ത് ലിവർപൂളിൻ്റെ മറുപടി ട്രെൻഡിനെ ഞങ്ങൾ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയായിരുന്നു. എന്നാൽ ഇതുവരെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യാതൊരു തരത്തിലുള്ള നടപടിയും ലിവർപൂൾ സ്വീകരിച്ചിരുന്നില്ല. ഇതെല്ലാം ഒരു കാരണമാണെങ്കിൽ കൂടിയും അതിനെല്ലാം അപ്പുറം ചില നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ മറുപടിയും കേട്ട് ലിവർപൂളിൻ്റെ വാക്കുകൾ അതേപടി വിഴുങ്ങി മടങ്ങുവാൻ റയൽ മാഡ്രിഡിനാവുമായിരുന്നില്ല. അവർ ആഗ്രഹിച്ചതെന്തോ അതവർ നേടിയിട്ടേ പോകൂ. ഇതിനു മുൻപെപ്പോഴോ ബയൺ മ്യൂണിക്കിൽ നിന്നും വില പറഞ്ഞുറപ്പിച്ച ആൽബയെ എങ്ങനെയാണ് റയൽ മാഡ്രിഡ് കൊണ്ടുവന്നതെന്ന കഥയറിഞ്ഞാൽ ഇതിന് ഉത്തരമാകുമായിരിക്കും. ലിവർപൂളിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അത് റയൽ മാഡ്രിഡ് ദൂരെ നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവർ നിരന്തരം ട്രെൻഡിനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാം. അങ്ങനെ ഒരു അവസരം വരുമെന്ന് റയൽ മാഡ്രിഡിന് വ്യക്തമായി അറിയാമായിരുന്നു. കരാർ പുതുക്കൽ പ്രശ്നവുമായി ലിവർപൂൾ വലയുമ്പോൾ ട്രെൻഡിന് വേണ്ടി അവർ വീണ്ടും വലവിരിച്ചു. അങ്ങനെ വീണ്ടും ട്രെൻഡുമായി സംസാരിച്ചു. പുറത്തു വരുന്ന ചില വ്യവസ്ഥകൾ വെച്ച് റയൽ മാഡ്രിഡ് ഒടുവിൽ ട്രെൻഡിനെ ലിവർപൂളിൻ്റെ കയ്യിൽ നിന്നും റാഞ്ചിയെടുക്കുകയായിരുന്നു. ഇന്ന് സമകാലിക ഫുട്ബോളിൽ ഏറ്റവും മികച്ച റൈറ്റ് വിങ്ങർ ആരാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് എന്നാണ്. 90 മിനിറ്റിനുള്ളിൽ അവൻ സൃഷ്ടിച്ചെടുക്കുന്ന അവസരങ്ങളും ക്രോസുകളുടെ എണ്ണവും അത് മറ്റൊരു താരത്തിനും ഇന്ന് അവകാശപ്പെടാനാകില്ല. ട്രിബിൾ ചെയ്തു പോകാനുള്ള കഴിവ്, കൃത്യമായ ക്രോസിംഗ്, ഷൂട്ടിംഗ്, സെറ്റ് പീസുകൾ, അങ്ങനെ ഒരു ഫുട്ബോളർക്ക് വേണ്ട എല്ലാ മെറ്റീരിയലും അടങ്ങി വന്നു. അങ്ങനെയൊന്നിനെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയാൽ അത് ചരിത്രങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്. അത് പെരസിനും കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു അണിയറയിൽ അവനു വേണ്ടി ഇത്രയും അധികം ചരട് വലിച്ചത്. പരിക്കുകളിൽ നിന്നും തിരിച്ചു വരുന്ന കറവഹാളിൻ്റെ കാര്യത്തിലും അതൊരു പരിഹാരമാകും. പിന്നെ റൈറ്റ് വിങ്ങിലോട്ട് റയൽ മാഡ്രിഡിനെ തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന ലിവർപൂൾ പോലെയൊരു ക്ലബ്ബിൽ നിന്നും തൻ്റെ കരിയർ റയൽ മാഡ്രിഡിലേക്ക് പറിച്ചു നടുമ്പോൾ എന്തായിരിക്കും ട്രെൻഡിന് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്? തികച്ചും തകർച്ചയാകുമെന്ന് ഒരു കൂട്ടർ ആഗ്രഹിക്കുന്നുണ്ടാകും. എന്നാൽ അതിനെല്ലാം ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അവൻ വരുന്നത് റയൽ മാഡ്രിഡിലേക്കാണ്, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്ലബ്ബിലേക്ക്. ട്രെൻഡ് മാഡ്രിഡ് ജേഴ്സിയിൽ വന്നാൽ അത് ലിവർപൂളിനേക്കാൾ മേലെയാകുമെന്ന കാര്യം ഉറപ്പു തന്നെയാണ്. അതെ, വരാനിരിക്കുന്നത് വലിയ ചലഞ്ചുകളും വലിയ കഥകളുമായിരിക്കും. അതിൽ മാഡ്രിഡ് കുപ്പായത്തിൽ ട്രെൻഡ് യുഗം ആരംഭിക്കാനിരിക്കുന്നു. അത് സാന്റിയാഗോ ബെർണാബ്യൂവിൻ്റെ മൈതാനത്ത് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് അവതരിക്കുന്നത് കാണുവാൻ കാത്തിരിക്കുകയാണ് ഈ ലോകം. വെൽക്കം ടു റയൽ മാഡ്രിഡ്.